Hello everyone, let's look at the questions. Question number 1. The quantities RC and L by R. R, L and C stand for resistance, inductance and capacitance have the dimensions of. ശ്രദ്ധിക്കണം, ഇവിടെ we don't have to substitute for the dimensions of R, L or C. നമുക്കറിയാവുന്നൊരു കാര്യമാണ്. RC is what we call as the capacitive time constant. Capacitive time constant ആണ് നമ്മൾ ആർ സി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഷുഡ് ഹാവ് ഡയമെൻഷൻസ് ഓഫ് ടൈം. അതുപോലെ എൽ ബൈ ആർ എന്ന് പറയുമ്പോൾ ദിസ് ഇസ് ദി ഇൻഡക്റ്റീവ് ടൈം കോൺസ്റ്റന്റ്. അതിനും ടൈമിൻ്റെ തന്നെ ഡയമെൻഷനാണ്. ഇതുപോലെ ഒരാൾ ഇവിടെ ഉണ്ട്. ആരാണ്? റൂട്ട് ഓഫ് എൽ സി. റൂട്ട് ഓഫ് എൽ സി ഓൾസോ ഹാസ് ദ ഡയമെൻഷൻസ് ഓഫ് ടൈം. ഇത് നമ്മൾ പ്രത്യേകം പഠിക്കുന്നതാണ്. 1/√ ഓഫ് എൽ സി ആണ് ആംഗുലർ ഫ്രീക്വൻസി ഓഫ് എൽ സി ഓസിലേഷൻ അല്ലെ. ആംഗുലർ ഫ്രീക്വൻസിയുടെ ഡയമെൻഷൻ 1 ടൈം ആണ്. അപ്പോൾ റൂട്ട് ഓഫ് എൽ സിയുടേത് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ടൈം. എന്തായാലും ഈ മൂന്ന് ആൾക്കാരുടെയും ഡയമെൻഷൻസ് ആരുടെ ഡയമെൻഷൻസ് ആണ്? ടൈമിൻ്റെ ഡയമെൻഷൻസ് ആണ്. ദാറ്റ് ഇസ് ഓപ്ഷൻ 4, ക്വസ്റ്റ്യൻ നമ്പർ 1. നെക്സ്റ്റ് വൺ. In the electric field of a point charge Q, certain charge is carried from A to B, C, D and E. The work done is, okay. So this is a point charge. Okay. ഈ പോയിന്റ് ചാർജിന് ചുറ്റും നമ്മളൊരു സർക്കിൾ വരയ്ക്കുകയാണ്. You can see that the point charge is at the center of the circle. Okay. പോയിന്റ് ചാർജ് എവിടെയാണ്? ആ സർക്കിളിൻ്റെ സെൻറ്ററിലാണെന്ന് പറയാം നമുക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിക്കണം, A, B, C, D, E. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പോയിന്റ് ചാർജിന് ചുറ്റുമുള്ള ഒരു സർക്കിൾ എന്ന് പറയുമ്പോൾ, സർക്കിൾ അല്ല ഒരു സ്ഫിയർ എടുത്താലും ഇറ്റ് ഈസ് ഇക്വിഡിസ്റ്റന്റ് ഫ്രം ദി പോയിന്റ് ചാർജ് അല്ലേ. സ്ഫിയറിലെ ഏത് പോയിന്റ് എടുത്താലും അത് ആ പോയിന്റ് ചാർജ് സെന്ററിൽ നിന്ന് ഇക്വിഡിസ്റ്റന്റ് അല്ലേ, സെന്ററിൽ നിന്ന് ഈക്വൽ ദൂരത്തിലാണ്. സെന്ററിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസ് ആണെങ്കിൽ അവിടെ എല്ലായിടത്തും പൊട്ടൻഷ്യൽ എന്തായിരിക്കും? പൊട്ടൻഷ്യൽ ഈസ് ഗോയിങ് ടു ബി 1/4πε0. 1/4πε0 Q/R തന്നെയായിരിക്കും. ശരിയല്ലേ? 1/4πε0 Q/R തന്നെയായിരിക്കും എല്ലായിടത്തെയും പൊട്ടൻഷ്യൽ. സോ വി ക്യാൻ സേ ദിസ് ഇസ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇതെന്താണ്? ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലെ ഒരു പോയിന്റിൽ നിന്ന് മറ്റേത് പോയിന്റിലേക്ക് ഒരു ചാർജിനെ കൊണ്ടുപോകാനും നമ്മൾ വർക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവിടെ എന്തില്ല? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. സോ വർക്ക് ഡൺ along any path, എ ബി ആയാലും എ സി ആയാലും എ ഡി ആയാലും എ ഇ ആയാലും ഇക്വിപൊട്ടൻഷ്യൽ സർഫസിലെ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ല. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇല്ലെങ്കിൽ വർക്ക് ഡൺ ഇസ് 0. സോ ദാറ്റ് ഇസ് ഓൾസോ ഓപ്ഷൻ 4, ക്വസ്റ്റ്യൻ നമ്പർ 2. നെക്സ്റ്റ് വൺ. A network of 4 capacitors of capacitance equal to C, 2C, 3C and 4C are connected to battery. Ratio of charges on C2 and C4. ആ ഡയഗ്രാം നമുക്കൊന്ന് വരച്ച് നോക്കാം. ഓക്കെ. ഇപ്പോൾ കപ്പാസിറ്റൻസ് എങ്ങനെയൊക്കെയാണ്? C1 C1 ഇതാണ് അല്ലേ, C. C2 is 2C, C3 is 3C and this one C4 is 4C. ശ്രദ്ധിക്കാം, ഈ മൂന്ന് ആൾക്കാരും സീരീസ് ആയതുകൊണ്ട് ഒരേ കപ്പാസിറ്റൻസ് ആയിരിക്കും. അതായത് ഇവിടെ Q ആണെങ്കിൽ ഇവിടെ -Q, ഇവിടെ -Q ആയാൽ ഇവിടെ Q വരണം, ഇവിടെ Q വന്നാൽ ഇവിടെ -Q വരും, ഇവിടെ -Q വന്നാൽ ഇവിടെ Q വരണം, ഇവിടെ Q വന്നാൽ ഇവിടെ -Q വരും. ഓക്കെ. ഇത് വേറെ കണക്ഷനാണ്. ഇതിന് ഈ മൂന്നെണ്ണം സീരീസ് ആണിത്. അതിന് മൂന്നെണ്ണത്തിനും പാരലൽ ആയിട്ടുള്ള. അപ്പോൾ ഇതിവിടെ Q' -Q' എന്ന് വിളിക്കാം. അതിൽ Q' നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. Q' ഇസ് 4C into V അല്ലേ. 4C into V ആണ് എന്താ C4ലുള്ള ചാർജ്. നമുക്ക് Q കണ്ടുപിടിക്കണം. Q എങ്ങനെ കണ്ടുപിടിക്കുക? ഈ മൂന്ന് പേരും സീരീസ് ആണല്ലേ. സീരീസ് ആണെങ്കിൽ അവരുടെ ഇഫക്റ്റീവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 1/C ഇഫക്റ്റീവ് ഇസ് ഈക്വൽ ടു 1/C പ്ലസ് 1/2C പ്ലസ് 1/3C. സോ ഇതിനെ നമുക്ക് ഡിനോമിനേറ്റർ കോമൺ ആയിട്ടൊരു 3C ആക്കിയാൽ ഹിയർ ഇറ്റ് ഷുഡ് ബി 3C ആക്കണ്ട 6C ആക്കാം. LCM എടുത്താൽ ഇറ്റ് ഷുഡ് ബി 6C. അങ്ങനെയാണെങ്കിൽ 6 പ്ലസ് ഇവിടെ വി ഹാവ് ടു മൾട്ടിപ്ലൈ ബൈ 3, ഹിയർ വി ഹാവ് ടു മൾട്ടിപ്ലൈ ബൈ 2. ദെൻ വി ക്യാൻ സേ C effective is equal to 6C ഡിവൈഡഡ് ബൈ 11 എന്ന് കിട്ടും.
ഓക്കെ, അപ്പോൾ വാട്ട് ഇസ് ക്യൂ? ക്യൂ എത്രയാണ്? ഈ 6C/11 കൂടി ഈ 3 കൂടെ കിട്ടുന്ന വോൾട്ടേജ് V ആണ്. സോ ചാർജസ് 6C/11 ഇൻറ്റു V. 6C/11 ഇൻറ്റു V. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ വേണ്ടത്? വി നീഡ് Q/Q ഡാഷ് അല്ലേ? Q/Q ഡാഷ് ആണ് വേണ്ടത്. റേഷ്യോ ഓഫ് ചാർജസ് ഓൺ C2 ആൻഡ് C4. C2ലുള്ള ചാർജ് Q, C4ലുള്ള ചാർജ് Q ഡാഷ്. സോ ഇറ്റ് ഇസ് 6CV/11 divided by 4CV. CV cancel ആകും. 4 and 6 will get cancelled. So what we have is 3/22. 3/22 is option 3, question number 3. Another question. Question number 4. The two identical thin rings, each of radius 10 cm, carrying charges 10 coulomb and 5 coulomb, are coaxially placed at 10 cm apart. The work done in moving a charge Q from the center of the first ring to that of the second is. Okay. ഇപ്പോൾ 2 ഐഡൻറ്റിക്കൽ തിൻ റിങ്സ് ആണ് കേട്ടോ. ഒരേപോലെയുള്ളതാണ്. ഇതിൻ്റെ രണ്ടിൻ്റെയും റേഡിയസ് നമുക്ക് എ എന്ന് വിളിക്കാം. ദിസ് ഇസ് ആർ. ഓക്കെ, ആർ എത്രയാണ്? 10 cm. റേഡിയസും 10 cm ആണ്. ഓക്കെ, അപ്പോൾ ആറും എയും ഈക്വൽ ആണ്. ഈക്വൽ ആണെങ്കിൽ ദിസ് ഡിസ്റ്റൻസ് ഇറ്റ് വിൽ ബി √(a² + r²) അല്ലേ? ഇത് 10, ഇത് 10 ആണ്. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. സോ 10√2 cm എന്ന് കിട്ടും. ഇവിടുത്തെ ചാർജ് Q1, ഇവിടുത്തെ ചാർജ് Q2. ഓക്കെ, വർക്ക് ഡൺ ഇൻ മൂവിങ് എ ചാർജ് Q ഫ്രം ദ സെൻറ്റർ ഓഫ് ദി ഫസ്റ്റ് റിംഗ് ടു ദാറ്റ് ഓഫ് ദി സെക്കൻഡ്. ഇത് ഇവിടുത്തെ പൊട്ടൻഷ്യൽ നമുക്ക് V1 എന്ന് പറയാം. ഇവിടുത്തെ പൊട്ടൻഷ്യൽ V2 എന്ന് പറയാം. വാട്ട് ഇസ് V1? V1 is equal to, ആദ്യം Q1 കാരണം ഇവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ 1/4πε0 Q1/A. ഇതിനെ നമുക്ക് X എന്ന് വിളിച്ചിട്ട് ലെറ്റ്സ് കോൾ ദിസ് R. അതായിരിക്കും എളുപ്പം. പിന്നെ Q2 കാരണം ഇവിടെ ഉണ്ടാവുന്ന പൊട്ടൻഷ്യൽ എത്രയായിരിക്കും? +K Q2/Q2ൽ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ്, ഈ റിങ്ങിലുള്ള ഏത് പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്കുള്ള ഡിസ്റ്റൻസ് ഇറ്റ് ഇസ് R. ഓക്കെ, അതുപോലെ V2 എന്താണ്? വാട്ട് ഇസ് ദി പൊട്ടൻഷ്യൽ ഓവർ ഹിയർ? Q1 കാരണം ഇവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ K Q1/R +K Q2. Q2 കാരണം അതിൻ്റെ സെൻറ്ററിൽ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ K Q2/A. ഓക്കെ, ഇവിടെ നമുക്ക് വേണമെങ്കിൽ R is equal to A√2 എന്ന് എടുക്കാം. A 10 ആണ്, R 10√2 ആണ്. Now we have to find the potential difference. Work done in taking the charge from the center of the first ring to that of the second. ശ്രദ്ധിക്കാം. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ ഇഫ് യു കാൽക്കുലേറ്റ് ദ ഡിഫറൻസ്, ഇറ്റ് ഈസ് സബ്ട്രാക്ട് ചെയ്താൽ K Q1/A +K, നമുക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രം മതി കേട്ടോ. K Q2/R മൈനസ് K Q1/R1, സോറി K Q1/R മൈനസ് K Q2/A. ഓക്കെ, സോ ഡെൽറ്റ V കോമൺ ആയിട്ട് പുറത്തെടുത്താൽ K Q1 × 1/A - 1/R മൈനസ് K Q2 × 1/A - 1/R, or delta V is equal to K × 1/A - 1/R into Q1 minus Q2. Okay, so what we have is K എത്രയാണ്? ഡെൽറ്റ V ഇതാണെന്ന് കിട്ടി. അപ്പോൾ വർക്ക് ഡൺ എന്തായിരിക്കും? വർക്ക് ഡൺ is equal to ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഓക്കെ, സോ K എത്രയാണ്? 1/4πε0 Q ഇൻറ്റു 1/A - 1/R, that is 1/A - 1/√2A into Q1 minus Q2. 10 minus Q1 is 10 coulomb, Q2 is 5 coulomb. So 10 minus 5, that is 5. So work done is equal to Q/4πε0 into 1/A ഞാൻ പുറത്തെടുക്കാം, into √2 - 1 divided by √2 into 5. ഓക്കെ, അവിടെ എയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. A 10 cm ആണ്. ഓക്കെ, A is 10 cm.
So 10 into 10 raised to minus 2, that is 10 raised to minus 1. Okay, 10 raised to minus 1. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻസ് നോക്കാം. 1/4πε0 ഇൻറ്റു √2 - 1 ഡിവൈഡഡ് ബൈ √2. ആ ഒരു ഫോമിലാണ് നമുക്ക് ഉത്തരം കിട്ടുന്നത് അല്ലേ? യെസ്. ഓക്കെ, സോ ലെറ്റ് us see ഏത് ഓപ്ഷനാണ് ഫൈനലൈസ് ചെയ്യാൻ പറ്റുന്നത് നോക്കാം. സോ ഇവിടെ നമ്മൾ 10 raised to minus 1 ഇതിനെ നമ്മൾ സെൻറ്റിമീറ്ററിൻ്റെ ടേംസിൽ എഴുതിയാൽ 10 centimeter. Okay, so if we rearrange this, work done is equal to, ഇവിടെ 5 and 10 ക്യാൻസൽ ചെയ്ത് 2 എന്ന് എഴുതാം. സോ Q/8πε0 ഇൻറ്റു √2 - 1 ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു 10 raised to 2 എന്നാണ് നമുക്ക് ഉത്തരം കിട്ടേണ്ടത്. സോ അതിനായിട്ട് മാച്ച് ചെയ്യുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് it is option 2 into 10 raised to 2. Okay, so that is question number 4. ഇനി അങ്ങനെയല്ല, കറക്റ്റ് ഓപ്ഷൻ തന്നെ കിട്ടണമെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് centimeters we have to take it as just meters. Okay, I hope that is clear. That is question number 4. Now let's look at question number 5. The electric potential V is given as a function of distance x by V is equal to 5x square plus 10x minus 4 volt. The value of electric field. So potential is given as a function of x. X നെ മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ. So we can say there is electric field only along x direction. So what is the expression for electric field? It is minus dV by dx. Negative gradient of the potential. So E is equal to minus 10x plus 10. X is equal to 1 ആയാൽ so what we have is electric field. Just ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കാം. 5x square plus 10x minus 4. Okay, so we missed a bracket here. So E is equal to so minus x ന്റെ വാല്യൂ എത്രയാണ്? x is 1, so it is minus 20 volt per meter. Option 4. Okay, what does it mean by minus 20? Because electric field is towards the negative x direction, because that is the direction in which the potential decreases. അടുത്ത ക്വസ്റ്റനിലേക്ക് വരാം. ദി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിറ്റ്വീൻ എ ആൻഡ് ബി. സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഹിയർ 1 ohm and 1 ohm are in series, effective is 2 ohm. Here 2 and 2 are in series, effective is 4. അപ്പോൾ ആ 2 ohm മുകളിലുള്ള 2 ohm താഴെയുള്ള 4 ohm പാരലൽ ആണ്. സോ 2 is parallel to 4. 2 ഉം 4 ഉം പാരലൽ ആണെങ്കിൽ ഇഫക്റ്റീവ് എത്രയാണ്? 2 into 4 divided by 2 plus 4. That is 8 divided by 6. That is 4/3. അപ്പോൾ അതുപോലത്തെ 4 റെസിസ്റ്റൻസ് സീരീസ് ആണ് അല്ലേ? സോ 4/3. അടുത്ത ഇത്രയും ഹാഫിൻ്റെ റെസിസ്റ്റൻസ്, പാർട്ടിൻ്റെ റെസിസ്റ്റൻസ് 4/3. സിമിലർലി വി ഹാവ് 2 such part, 4/3 and again 4/3. So what is the effective resistance? What is the net resistance? Net resistance is equal to 16/3 ohm. 16/3 ohm is option 1. Question number 16. Let's look, question number 6. Let's look at question number 7. Question number 16 alla 6. 7. Terminals of a battery of EMF 12 volt and internal resistance 1 ohm are connected to a circular coil of resistance 16 ohm at 2 points distant a quarter of the circumference of the coil. The current flowing through the smaller arc of the circle is. So this is a coil whose total resistance is 16 ohm. And ഒരു ക്വാർട്ടർ സർക്കിളിൽ we are connecting a cell with an internal resistance of 1 ohm. Cell is 12 volt, internal resistance is 1 ohm. അപ്പോൾ ആകെ 16 ആണ്. അപ്പോൾ അതിൻ്റെ 1/4 ആയിരിക്കും ഇത്. ഒരു ഫുൾ സർക്കിളിന് 16 ആണെങ്കിൽ അതിൻ്റെ ഒരു ക്വാർട്ടറിന് എത്രയായിരിക്കും? ഒരു ക്വാർട്ടറിന് ഇറ്റ് ഇസ് 4 ohm. സോ ദിസ് ഇസ് 4 ohm. ഇതിന് എത്രയാണ്? 12 ohm. ഓക്കെ, സോ വി ഹാവ് ടു ഫൈൻഡ് ദ കറണ്ട് ത്രൂ ദിസ് വൺ. സോ I രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും, I1 I2. ഓക്കെ, പറയുക. വാട്ട് ഈസ് ദി ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ ദിസ്? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയായിരിക്കും? ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇസ് 1 ohm. ഇവിടെ 1 ohm ആണ് ഇന്റേണൽ റെസിസ്റ്റൻസ്, പ്ലസ് ഇവിടെ ഈ 12 ohmഉം 4 ohmഉം പാരലൽ ആണ്. 12ഉം 4ഉം പാരലൽ ആണെങ്കിൽ അവിടുത്തെ ഇഫക്റ്റീവ് 12 പാരലൽ 4. എങ്ങനെ പറയാം? 1 plus 12 into 4/12 plus 4 16. 4ഉം 16ഉം ക്യാൻസൽ ചെയ്ത് 4 എന്ന് എഴുതാം. 1 plus 12/4 is 3. So it is 4 ohm.
ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാണ്? 4 ഓം ആണ്. അപ്പോൾ ടോട്ടൽ കറണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ടോട്ടൽ കറണ്ട് ഇസ് ഈക്വൽ ടു 12 വോൾട്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 4 ഓം. സോ 3 ആംപിയർ ആണ് ടോട്ടൽ കറണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ I1 എന്തായിരിക്കും? ദിസ് ഇസ് R1, ദിസ് ഇസ് R2. കറണ്ട് ഡിവിഷൻ റൂൾ അപ്ലൈ ചെയ്യുക. I1 ഇസ് ഈക്വൽ ടു ടോട്ടൽ കറണ്ട് ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. I1 ഇസ് പ്രൊപ്പോർഷണൽ ടു R2. ഈ റെസിസ്റ്റൻസ് എത്ര കൂടുതലാണോ അത്രയും കൂടുതലായിരിക്കും ഇതുവഴിയുള്ള കറണ്ട്. കാരണം ഇവിടെ എത്ര റെസിസ്റ്റൻസ് കൂടുതലാണോ അത്രയും അതുവഴി കറണ്ട് പോവില്ല അല്ലേ. സോ IR2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. വാട്ട് ഇസ് I എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ് നമുക്ക് കിട്ടിയത്? 3 ആംപിയർ. R2 എത്രയാണ്? 12 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 16. ഓക്കെ, 12ഉം 16ഉം 4 വെച്ച് ക്യാൻസൽ ചെയ്താൽ ഇവിടെ 3ഉം 4ഉം വരും. സോ വാട്ട് വി ഹാവ് ഇസ് 2.25 ആംപിയർ. ഓപ്ഷൻ 2, ക്വസ്റ്റ്യൻ നമ്പർ 7. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 7, ഓപ്ഷൻ 2. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 8. In a potentiometer experiment, the balancing length with a cell in open circuit is 250 centimeter. On shunting the cell with a resistance of 2 ohm, balancing length becomes 200 centimeter when the internal resistance of the cell is. അപ്പോൾ ആദ്യം നമുക്ക് പറയാം, ഒരു സെല്ല് മാത്രം വെക്കുമ്പോൾ അവിടെ ബാലൻസിങ് ലെങ്ത്തും സെല്ലിൻ്റെ EMF തമ്മിലുള്ള റിലേഷൻ എന്താ? സെൽ ഇസ് ഈക്വൽ ടു പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ഇൻറ്റു L1 അല്ലേ, പൊട്ടൻഷ്യൽ ഗ്രേഡിയൻ്റ് ഇൻറ്റു L1. എന്നാൽ അതിനെ റെസിസ്റ്റൻസ് കൊണ്ട് ഷണ്ട് ചെയ്താൽ അവിടുത്തെ EMF എത്രയായിരിക്കും? EMF അല്ല, ടെർമിനൽ വോൾട്ടേജ് എത്രയായിരിക്കും? E മൈനസ് IR, ദാറ്റ് ഇസ് E ഇൻറ്റു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ സ്മോൾ r പ്ലസ് ക്യാപിറ്റൽ R, ദാറ്റ് ഇസ് K ഇൻറ്റു L2. ഇപ്പോൾ ഡിവൈഡ് ചെയ്താൽ എന്താ കിട്ടുക? R പ്ലസ് ക്യാപിറ്റൽ R ബൈ ക്യാപിറ്റൽ R ഇസ് ഈക്വൽ ടു, ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇറ്റ് ഇസ് L1 ബൈ L2. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം സ്മോൾ ആറിൻ്റെ വാല്യൂ അറിയില്ല. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് എത്രയാണ്? എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് 2 ഓം. 2 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു L1 ബൈ L2. L1 എത്രയാണ്? 250 ബൈ 200. 250 ബൈ 200 നമുക്ക് ക്യാൻസൽ ചെയ്താൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് 5 ബൈ 4. 2ഉം 4ഉം ക്യാൻസൽ ആകും. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 2, അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. R പ്ലസ് 2 ഇസ് ഈക്വൽ ടു 5 ബൈ 2, ദാറ്റ് ഇസ് 2.5. അപ്പോൾ R എത്രയാണ്? R ഇസ് ഈക്വൽ ടു 0.5 ഓം. ഓപ്ഷൻ 2 ആണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8, ഓപ്ഷൻ 2. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 9. വാട്ട് വിൽ ബി ദി റെസിസ്റ്റൻസ് ബിറ്റ്വീൻ P ആൻഡ് Q ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട്? ഓക്കെ, നമുക്ക് ആ സർക്യൂട്ട് ഒന്ന് വരച്ച് നോക്കാം. ഇവിടെ ഒരു 2 ഓം, 3 ഓം, അഗെയിൻ 2 ഓം, 2 ohm, 3 ohm and 2 ohm. Here there is 3 ohm resistance. Here there is 3 ohm. Okay, we have to find the effective resistance between P and Q. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പറയാം, ദിസ് 3 ohm, 3 ohm and 3 ohm are in parallel. ആ 3 റെസിസ്റ്റൻസും പാരലാണ്. അപ്പോൾ അവരുടെ ഇഫക്റ്റീവ് എത്രയാണ്? 3 പേരും പാരലാണെങ്കിൽ ഇഫക്റ്റീവ് ഇറ്റ് ഇസ് R ബൈ 3. 3 ബൈ 3, 3 ബൈ 3 എത്രയാണ്? ഇറ്റ് ഇസ് 1 ഓം. സോ ഈ 3 പേരെയും അവരുടെ ഇഫക്റ്റീവ് റെസിസ്റ്റൻസ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം 1 ഓം. ഇപ്പോൾ എല്ലാവരും സീരീസ് ആയില്ലേ? എല്ലാവരുടെ സീരീസ് ആയാൽ 2 + 1 + 2. R ഇഫക്റ്റീവ് എത്രയാണ്? R ഇഫക്റ്റീവ് ഇസ് ഈക്വൽ ടു 2 + 1 + 2, ദാറ്റ് ഇസ് 5 ഓം. Question number 9. Let's move on to the question number 10. Torque τ1 and τ2 are required for a magnetic needle to remain perpendicular to magnetic fields B1 and B2 at 2 different places. The ratio of B1 by B2 is. ഇപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന് പെർപെൻഡിക്കുലർ ആവാനുള്ള ടോർക്കിൻ്റെ ഫോർമുല എന്താണ്? ഇറ്റ് ഇസ് MB sin തീറ്റ. സൈൻ തീറ്റ എന്നാണ് ടോർക്കിൻ്റെ ഫോർമുല. പക്ഷേ പെർപെൻഡിക്കുലർ ആകുമ്പോൾ sin 90 എന്ന് വരും. ദാറ്റ് ഇസ് 1, സോ ഇറ്റ് ഇസ് MB. ഓക്കെ, ഇപ്പോൾ τ1 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് M ഇൻറ്റു B1. τ2 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് M ഇൻറ്റു B2. ദെൻ വാട്ട് ഇസ് B1 ബൈ B2? റേഷ്യോ എടുത്താൽ B1 ബൈ B2 ഇസ് ഈക്വൽ ടു τ1 ബൈ τ2. ഓപ്ഷൻ 2, ക്വസ്റ്റ്യൻ നമ്പർ 10. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അടുത്ത 11th വൺ.
The relative permeability of a medium is given. What is the magnetic susceptibility? Relative permeability തന്നിട്ടുണ്ട്. What is the relation between magnetic susceptibility and relative permeability? It is mu r minus 1. Chi is equal to mu r minus 1. That is 0.075 minus 1. 0.075 minus 1 എത്രയാണ് നമുക്ക് കിട്ടുക? Minus 0.925. Okay, that is option 2, question number 11. Direct question ആണ് വീണ്ടും. The 12th one ലേക്ക് വരാം. What is the energy stored in a 50 millihenry inductor carrying a current of 4 ampere? Again, direct question ആണ്. What is the energy stored? It is half L I squared. That is half. What is L? 50 millihenry. 50 into 10 raised to minus 3. I square, 4 square, 16. That is 25 into 16. എത്രയാണ്? 400 into 10 raised to minus 3. That is 0.4 joules. Okay, next one, 13th. Two identical coils carry equal currents, have a common center, but their planes are at right angles to each other. Magnitude of resultant field at the center if the field due to one coil is B alone. Okay. Identical coil ആണ്, equal currents. രണ്ട് കോയിൽ നമുക്ക് ഇങ്ങനെയാണെന്ന് പറയാം. Centers common ആണ്, but the planes are perpendicular to each other. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ലൂപ്പിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയും വെർട്ടിക്കൽ ലൂപ്പിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയാണ്. ദേ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. സോ റിസൾട്ടൻ്റ് മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ കണ്ടുപിടിക്കുക? സിൻസ് ദേ ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, വി ക്യാൻ സേ റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ. എത്രയാണ്? റൂട്ട് ഓഫ് 2b സ്ക്വയർ. ദാറ്റ് ഇസ് റൂട്ട് 2 ടൈംസ് ബി. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ 3, ക്വസ്റ്റ്യൻ നമ്പർ 13. അടുത്ത 14ലേക്ക് വരാം. In circuit LCR are connected in series with an alternating voltage source. The current leads the voltage by 45 degree. Current leads the voltage എന്ന് പറയുമ്പോൾ current leads. Current എപ്പോഴാണ് ലീഡ് ചെയ്യുന്നത്? കപ്പാസിറ്റീവ് സർക്യൂട്ട് ആകുമ്പോഴാണ്. When is a circuit capacitive? When the capacitive reactance is greater than the inductive reactance. Okay, എല്ലും സിയും ആറെന്നും പറയുന്നുണ്ട്. കണക്റ്റഡ് വിത്ത് ആൻ ഓൾട്ടർനേറ്റിംഗ് വോൾട്ടേജ് സപ്ലൈ. ഓക്കെ ഓക്കെ എക്സ് സി ഇസ് ഗ്രേറ്റർ ദാൻ എക്സ് എൽ ആകുമ്പോഴത്തേക്കാണ് ഇത് സംഭവിക്കുക. ആ സമയത്ത് വാട്ട് ഇസ് ദി ഫേസ് ഡിഫറൻസ്? ടാൻ ഫൈയുടെ എക്സ്പ്രഷൻ എന്താണ്? ടാൻ ഫൈ ഇസ് ഈക്വൽ ടു എക്സ് സി മൈനസ് എക്സ് എൽ ഡിവൈഡഡ് ബൈ ആർ. ടാൻ ഫൈ ഇവിടെ 1 ആണ്. സോ 1 ഇസ് ഈക്വൽ ടു എക്സ് സി മൈനസ് എക്സ് എൽ ബൈ ആർ. അപ്പം എനിക്ക് പറയാം ആർ ഇസ് ഈക്വൽ ടു എക്സ് സി മൈനസ് എക്സ് എൽ എന്ന് പറയാം അല്ലേ. നമ്മുടെ ടോട്ടൽ റിയാക്ടൻസും റെസിസ്റ്റൻസും ഈക്വൽ ആകും ഇവിടെ. ഓർ വി ക്യാൻ സേ എക്സ് സി ഇസ് ഈക്വൽ ടു എക്സ് എൽ പ്ലസ് ആർ. ഓക്കെ, വാട്ട് ഇസ് എക്സ് സി? 1 by omega c is equal to omega L plus R, or c is equal to 1 by omega into omega L plus R. What is omega? 2 pi into frequency. So c is equal to 1 by omega എന്താണ്? 2 pi into frequency. So 2 pi f into omega. Omega is again 2 pi f plus into L plus R. So 2 pi f into 2 pi f into L plus R. ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ 2, ക്വസ്റ്റ്യൻ നമ്പർ 14. നെക്സ്റ്റ് വൺ 15th വണ്ണിലേക്ക് വരാം. ട്രാൻസ്ഫോമർ വിത്ത് ആൻ എഫിഷ്യൻസി ഓഫ് 80% വർക്ക്സ് അറ്റ് 4 kilowatts ആൻഡ് 100 volt. If the secondary voltage is 200 volt, then primary and secondary currents are respectively. Okay, ശ്രദ്ധിക്കാം. എഫിഷ്യൻസി പ്രൈമറി ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? വർക്ക്സ് അറ്റ് 4 kilowatt ആൻഡ് 100 volt. അപ്പോൾ പ്രൈമറി പവർ തന്നിട്ടുണ്ട്. പ്രൈമറി പവർ എന്ന് പറഞ്ഞാൽ പ്രൈമറി വോൾട്ടേജ് ഇൻറ്റു പ്രൈമറി കറണ്ട് എന്ന് പറയുന്നത് 4 kilowatt ആണെന്ന് പറയുന്നുണ്ട്. 4000 watts. ഓക്കെ, പ്രൈമറി വോൾട്ടേജ് തന്നിട്ടുണ്ട് 100 volt ഇൻറ്റു ഐ പി ഇസ് ഈക്വൽ ടു 4000 watts. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഐ പി കണ്ടുപിടിച്ചൂടെ? പ്രൈമറി കറണ്ട് കണ്ടുപിടിച്ചൂടെ? പ്രൈമറി കറണ്ട് എത്രയാണ്? ഇറ്റ് ഇസ് 4000 by 100, ദറ്റ് ഇസ് 40 ആംപിയർ. 40 ആംപിയർ വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? 2 ഓപ്ഷൻ ഉണ്ട്. 1 or 4 വരാം. ഓക്കെ, ദെൻ സെക്കൻഡറി എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഇവിടെ 80% എഫിഷ്യൻസി ആണെന്ന് പറയുന്നുണ്ട്. സെക്കൻഡറി വോൾട്ടേജ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറയാം വി എസ് ഇൻറ്റു ഐ എസ് ഇസ് ഈക്വൽ ടു 80%, 80 by 100 ഇൻറ്റു പ്രൈമറി പവർ. പ്രൈമറി പവർ എത്രയാണ്? ഇറ്റ് ഇസ് 4000 watts.
VS തന്നിട്ടുണ്ട് 200 വോൾട്ട് ആണ് തന്നിട്ടുണ്ട്. ഓക്കെ, സോ IS is given is equal to 80 by 100 into 4000. ഓക്കെ, സോ നമുക്കിവിടെ എന്തൊക്കെ ക്യാൻസൽ ചെയ്യാം? റൈറ്റ് അവേ വി ക്യാൻ ക്യാൻസൽ ദിസ് 100, പിന്നെ ഇവിടുത്തെ ഈ 100 ക്യാൻസൽ ചെയ്യാം. ക്യാൻസൽ ചെയ്തിട്ട് ഈ 2ഉം 4ഉം ക്യാൻസൽ ചെയ്യാം. 2, സോ IS is equal to 16 ആംപിയർ. IS is 16 ആംപിയർ. ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ 1, ക്വസ്റ്റ്യൻ നമ്പർ 15. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. That is question number 15. Answer 16 ampere, option, okay, option 1. Next, 16. 4 convergent lenses have focal length 100 cm and 10 cm, 4 cm and 0.3 cm for a telescope with maximum possible magnification. ഒരു ടെലിസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് FO by FE in normal adjustment. So definitely it is proportional to FO by FE. So we have to choose maximum focal length for objective and the minimum focal length for eyepiece. Maximum focal length ഉള്ളത് ആരാണ്? 100. Minimum focal length ഉള്ളത് 0.3. So for maximum magnification it is 100, 0.316, option 1. A ray of light is incident at an angle of 60 degree on one face of a prism of angle 30 degree. Emergent ray of light makes an angle 30 degree with the incident ray. Angle made by the emergent ray with the second face of the prism will be. So this is the prism. So light is incident at an angle of incidence I. It undergoes deviation. This is the emergent ray. Angle of emergence is E. This angle is A. നമ്മൾ പഠിച്ചിട്ടുണ്ട് deviation is given by I plus E minus A എന്ന് പഠിച്ചിട്ടുണ്ട്. What is the deviation in this case? The emergent ray makes an angle 30 degree with the incident ray. അപ്പോൾ deviation 30 degree ആണ്. Angle of incidence 60 ആണ്. Plus E minus angle of prism 30 degree ആണ്. 30 പുറത്തേക്ക് വന്നാൽ 60 is equal to 60 plus E or angle of emergence 0. Angle of emergence 0 ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്ന ആ ആംഗിൾ അല്ല. We have to find the angle that the emergent ray makes with the prism. പ്രിസവുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ ആണ്. That is 90 minus E. Okay. E 0 ആണെങ്കിൽ 90 minus E എത്രയാണ്? 90 minus E is 90 itself. Option 2. അപ്പോൾ ആംഗിൾ ഓഫ് എമർജൻസി കിട്ടിയ ഉടനെ 0 മാർക്ക് ചെയ്യരുത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നോർമലുമായിട്ടുള്ള ആംഗിൾ അല്ല. നോർമലുമായിട്ടുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് പ്രിസം. നമുക്ക് പ്രിസവുമായിട്ടുള്ള ആംഗിളാണ് ചോദിച്ചിരിക്കുന്നത്. നോർമലുമായിട്ടുള്ള ആംഗിളാണ് ആംഗിൾ ഓഫ് എമർജൻസി. അപ്പോൾ 17, ഓപ്ഷൻ 2. അടുത്തത് 18. An object is kept at a distance of 60 cm from a concave mirror. For getting a magnification 1/2, focal length of the concave mirror required is. Okay, ശ്രദ്ധിക്കാം. ഇപ്പോൾ കോൺകേവ് മിറർ ആണ്. ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഇറ്റ് ഇസ് -60 മുന്നിൽ വെക്കുകയാണ്. മാഗ്നിഫിക്കേഷൻ 1/2 എന്ന് പറയുന്നുണ്ട് അല്ലേ? മാഗ്നിഫിക്കേഷൻ 1/2 എന്ന് പറയുമ്പോൾ അവിടെ റിയൽ ഇമേജേ വരത്തുള്ളൂ. റിയൽ ഇമേജ് വരണമെങ്കിൽ ഒബ്ജക്ട് ഹാസ് ടു ബി പ്ലേസ്ഡ് ബിറ്റ്വീൻ F and 2F. എന്തായാലും നമുക്ക് മാഗ്നിഫിക്കേഷൻ എത്രയാണെന്ന് നോക്കാം. മാഗ്നിഫിക്കേഷൻ്റെ ഫോർമുല -V/U. അതിന് നമുക്ക് F minus U എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിക്കാം. എങ്ങനെയാണ്? V is equal to UF/U minus F. അപ്പോൾ -V/U F minus U എന്ന് പറയുന്ന എക്സ്പ്രഷൻ കിട്ടും. എങ്ങനെയാണ്? V is equal to 1/F minus 1/U. ഇവിടെ നിന്നാണ് നമുക്ക് കിട്ടുക. ഇറ്റ് ഇസ് V is equal to UF divided by U minus F. എനിവേ മാഗ്നിഫിക്കേഷൻ 1/2 എന്ന് പറയുന്നുണ്ട്. റിയൽ ഇമേജ് ആണ്. മാഗ്നിഫിക്കേഷൻ ഒരു കോൺകേവ് മിററിന് മാഗ്നിഫിക്കേഷൻ 1/2 കിട്ടുന്ന ഒരിക്കലും വെർച്വൽ ഇമേജ് ചെറുതാവില്ല. റിയൽ ഇമേജ് മാത്രമേ ചെറുതായിട്ടിരിക്കുള്ളൂ. സോ ഇറ്റ് ഇസ് -1/2. സോ -1/2 is equal to F/F minus U. U എത്രയാണ്? U is -60. So -1/2 is equal to F/F plus 60 cross multiply ചെയ്യാം. -F minus 60 is equal to 2F. So -3F is equal to 60 or F is equal to -20. Focal length എത്രയാണ്? It is -20 cm. Option 3, question number 18. Okay. അടുത്തത്. Identify the false statement from the following. Work energy theorem is not independent of Newton's second law of motion. Okay, work energy theorem actually Newton's second law of motion dependent ആണ്. അവിടെ നമുക്ക് work energy theorem കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? F is equal to mass into acceleration. ഇത് നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്താൽ F is equal to m into dv by v dv by dx എന്ന് കിട്ടും. വേണമെങ്കിൽ acceleration can be written as v dv by dx. ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ f dx is equal to mv dv എന്ന് കിട്ടും.
ഓക്കെ, ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഇന്റഗ്രൽ എഫ് ഡി എക്സ് ഇവിടെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രൽ എഫ് ഡി എക്സ് ഇസ് വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എം ഡി വി ഡി വി എന്ന് പറഞ്ഞാൽ ഹാഫ് എം വി സ്ക്വയർ മൈനസ് ഹാഫ് എം യു സ്ക്വയർ ആണ്. സോ സെക്കൻഡ് ലോ ഓഫ് മോഷൻ നമുക്ക് വർക്ക് എനർജി തിയറം കിട്ടിക്കഴിഞ്ഞു. വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ശരിയാണ്. അടുത്തത് വർക്ക് എനർജി തിയറം ഹോൾഡ്സ് ഇൻ ഓൾ ഇനേർഷ്യൽ ഫ്രെയിംസ്. ശരിയാണ്. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഓവർ എ ക്ലോസ് പാത്ത് ഇസ് 0. അത് തെറ്റാണ്. ബിക്കോസ് ഫ്രിക്ഷൻ ഇസ് നോട്ട് എ കൺസർവേറ്റീവ് ഫോഴ്സ്. വർക്ക് ഡൺ ബൈ ഫ്രിക്ഷൻ ഓവർ എ ക്ലോസ്ഡ് പാത്ത് നീഡ് നോട്ട് ബി 0. ഇറ്റ് വിൽ നോട്ട് ബി 0. ഓക്കെ, അടുത്തത് നോ പൊട്ടൻഷ്യൽ എനർജി ക്യാൻ ബി അസോസിയേറ്റഡ് വിത്ത് ഫ്രിക്ഷൻ. അത് ശരിയാണ്. അപ്പോൾ അത് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് തെറ്റ്. എങ്ങനെയാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയായത്? ബിക്കോസ് ഫ്രിക്ഷൻ ഇസ് നോട്ട് എ കൺസർവേറ്റീവ് ഫോഴ്സ്. കൺസർവേറ്റീവ് ഫോഴ്സ് അല്ലെങ്കിൽ we cannot associate a potential energy to that. That is question number 19. Let's move on to 20th one. In Young's double slit experiment carried out with light of wavelength 5000 Armstrong, the distance between the slits is 0.2. Screen is 200 cm from the slits. The central maximum is at 200 cm from the slit. Okay, fine. The central maximum is at y is equal to 0. The third maximum. Okay. Third maximum എന്ന് പറയുമ്പോൾ അവിടുത്തെ ഡിസ്റ്റൻസ് എത്രയായിരിക്കും? y is equal to 3 times the fringe width. അല്ലേ? ഇത് സെൻട്രൽ മാക്സിമം, ഇത് ഫസ്റ്റ് മാക്സിമം, സെക്കൻഡ് മാക്സിമം, തേർഡ് മാക്സിമം. അപ്പോൾ ബീറ്റ ബീറ്റ ബീറ്റ. അപ്പോൾ 3 times the fringe width വരണം. സോ 3 times fringe widthന്റെ എക്സ്പ്രഷൻ എന്താണ്? ലാംഡ ഡി ബൈ ഡി. സോ ദിസ് ഇസ് 3 into lambda d is 2 centimeters, 2 meter. Lambda is 5000 Armstrong, 5 into 10 raised to minus 7 meter. The slit separation is 0.2 millimeter. That is 2 into 10 raised to minus 4. So what we have is 15 into 10 raised to minus 3 or 15 millimeter or 1.5 centimeter. Simple direct question. Option 2, question number 20. At the 21 like vara. In photoemissive cell with excitation wavelength lambda, the fastest wave electron has speed v. അപ്പോൾ നമുക്ക് പറയാം half mv square is equal to hc by lambda minus 5. When the wavelength is changed to 3 lambda by 4, the speed of the fastest electron. അപ്പോൾ നമ്മൾ വേവ് ലെങ്ത് മാറ്റി half mv dash square is equal to hc by വേവ് ലെങ്ത് എത്രയാണ്? 3 lambda by 4 minus 5. അങ്ങനെയാണെങ്കിൽ ആ സ്പീഡ് തമ്മിലുള്ള റിലേഷനാണ്. ഒന്ന് ശ്രദ്ധിക്കുക. ഹാഫ് എം വി ഡാഷ് സ്ക്വയർ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് ചെയ്യാനൊരു എളുപ്പ വഴിയുണ്ട്. 4/3 hc by lambda. ഇവിടെയും ഒരു 4/3 ഉണ്ടായിരുന്നെങ്കിൽ ആ 4/3 നമുക്ക് പുറത്തെടുക്കാമായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു? ഒരു 4/3 5 ഇവിടെ ആഡ് ചെയ്തു, ഒരു 4/3 5 ഇവിടെ സബ്ട്രാക്ട് ചെയ്തു. തിരിച്ച് ഇവിടെ ഒരു -4/3 5 സബ്ട്രാക്ട് ചെയ്തു, പ്ലസ് 4/3 5 ആഡ് ചെയ്തു, പിന്നെ ഒരു -5 അവിടെ ഓൾറെഡി ഉണ്ട്. സോ ഹാഫ് എം വി ഡാഷ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4/3 പുറത്തെടുത്താൽ പിന്നെ hc by lambda -5 ആണ്, പ്ലസ് അല്ലെങ്കിൽ മൈനസ് റാദർ 4/3 5 അല്ല പ്ലസ് തന്നെയാണ്. 4/3 5 -5 എത്രയാണ്? ഇറ്റ് ഇസ് 5/3. സോ വി ക്യാൻ സേ ഹാഫ് എം വി ഡാഷ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 4/3 into hc by lambda -5 എന്ന് പറയുന്നത് എന്താണ്? hc by lambda -5 is half mv square initial kinetic energy plus 5/3. So we can say half mv dash square is greater than 4/3 into half mv square. Is greater than 4/3 into half mv square. ആ half m cancel ആകും. cancel ചെയ്താൽ v dash square is greater than v square, or sorry, v dash square is greater than 4/3 v square. half m cancel ചെയ്താൽ then v dash is greater than root of 4/3 v. Okay, v dash is greater than root of 4/3 into v. That is 21, option 4. അടുത്ത question like that. Two identical photocathodes receive light of frequencies f1 and f2. The velocities of photoelectrons coming out are v1 and v2. Then, okay. എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വെലോസിറ്റി, കൈനറ്റിക് എനർജിയുടെ എക്സ്പ്രഷൻ, കൈനറ്റിക് എനർജി ഓഫ് ഫോട്ടോ ഇലക്ട്രോൺ കമ്മിങ് ഔട്ട് ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ ഇസ് ഈക്വൽ ടു എനർജി ഓഫ് ഇൻസിഡന്റ് ഫോട്ടോൺ മൈനസ് ദി വർക്ക് ഫംഗ്ഷൻ. സോ ഹാഫ് എം വി വൺ സ്ക്വയർ ഇസ് ഈക്വൽ ടു എച്ച് എഫ് വൺ മൈനസ് 5. ഹാഫ് എം v2 square is equal to hf2 minus 5. 5 കോമൺ ആണ്, ഒരേ ഫോട്ടോ കാഥോഡ് ആണ്. ഓക്കെ, ഇപ്പൊ സബ്ട്രാക്ട് ചെയ്യുക, ഈ ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്താൽ ഹാഫ് എം ഇൻറ്റു
v1 square minus v2 square is equal to hf1 minus f2, that is h into f1 minus f2. Then we can say v1 square minus v2 square is equal to 2h by m into f1 minus f2. Okay, 2h by m into f1 minus f2. Question number 22, option 1. അടുത്ത 23ലേക്ക് വരാം. Ratio of wavelength of first line of Lyman series of doubly ionized lithium atom to that of first line of Lyman series of deuterium atom will be. അപ്പോൾ ഫസ്റ്റ് ലൈൻ ഓഫ് ലൈമാൻ സീരീസ് എന്ന് പറയുമ്പോൾ ജനറൽ എക്സ്പ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 by lambda is equal to z square r into ലൈമാൻ സീരീസ് ആണ് 1 by 1 square minus 1 by 2 square. So 1 by lambda is equal to z square into r divided by r into 3 by 4. Okay, first line ഉദ്ദേശിക്കുന്നതാണ്. So lambda is equal to 4 by 3 r z square. Okay, but doubly ionized lithium atom, lithium എന്ന് പറയുമ്പോഴത്തേക്ക് z ന്റെ വാല്യൂ 3 ആണ്. So lambda 1 is equal to, അല്ലെങ്കിൽ lambda 1 by lambda 2 എടുത്താൽ it is z2 by z1 the whole square. Okay, Z2 എന്ന് പറയുന്നത് ഡ്യൂട്ടീരിയം ആണ്. ഡ്യൂട്ടീരിയം എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ തന്നെയാണ്, മാസ് നമ്പർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. അറ്റോമിക് നമ്പർ 1 തന്നെയാണ്. സോ 1 ഡിവൈഡഡ് ബൈ z1 3 ആണ്. സോ 3 സ്ക്വയർ. സോ 1:9 ആണ് നമുക്ക് കിട്ടേണ്ടത് അല്ലേ? 23, ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 24. Ratio of surface area of the nuclei tellurium 125 to that of aluminium 27. നമുക്കറിയാം സർഫസ് ഏരിയയുടെ റേഷ്യോ S1 by S2, it is equal to R1 by R2 the whole square. Okay, and we know that radius is proportional to the cube root of mass number. So cube root of mass number എന്ന് പറയുമ്പോഴത്തേക്ക് ടെലൂരിയത്തിന്റെ 125 ഇതിന്റെ 27 the whole raised to 1 by 3 the whole square. It is 5 by 3 the whole square. It is 25 by 9. Question number 24 അല്ലേ? Option 4. Next one, 25. A radioactive sample at any instant has its disintegration rate 5000 disintegration per minute. അപ്പോൾ ഇനിഷ്യൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് A0 എന്ന് പറയുമ്പോൾ 5000 dps ആണ്. After 5 minutes, rate becomes 1250 disintegrations per minute. ഒരു മിനിറ്റ് കഴിയുമ്പോൾ എത്രയാണ്? 1250 ആയി. And the decay constant is, okay, എങ്ങനെയാണ് ചെയ്യുക? A is equal to A0 into e raised to minus lambda t. Okay, so 1250 is equal to 5000 e raised to minus lambda into t. T എത്രയാണ്? After 5 minutes. Okay, അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇത് ക്യാൻസൽ ചെയ്താൽ നമുക്ക് 4 എന്ന് കിട്ടും. സോ ഇ റൈസ് ടു 5 മിനിറ്റ് ഇൻറ്റു ലാംഡ, ആൻസർ മിനിറ്റിലാണ് വേണ്ടത്, പെർ മിനിറ്റിലാണ്, ഇസ് ഈക്വൽ ടു 4. സോ വി ക്യാൻ സേ 5 ലാംഡ ഇസ് ഈക്വൽ ടു ln4. ln4 എന്ന് പറയുമ്പോൾ ln 2 റൈസ് ടു 2 ആണ്. അതിന് നമുക്ക് 2 ഇൻറ്റു ln2 എന്ന് പറയാം. ദെൻ വി ക്യാൻ സേ ലാംഡ ഇസ് ഈക്വൽ ടു 2 by 5, 0.4 ln2. 0.4 log to the base e to 25. Question number 2. Sorry, option 2, option B. Next one. The voltage of an AC supply varies as V is equal to 120 sin 100 pi t cos 100 pi t, the maximum voltage and frequency. So V is equal to 120 sin 100 pi t cos 100 pi t. അപ്പോൾ ഇത് സൈൻ എ കോസ് ബി ഫോം ആണ് അല്ലേ? സൈൻ എ കോസ് ബി നമുക്ക് എങ്ങനെ എഴുതാം? സൈൻ എ കോസ് ബി ക്യാൻ ബി റിട്ടൺ ആസ് 1/2 സൈൻ 2a. എങ്ങനെയാണ്? സൈൻ 2a യുടെ എക്സ്പ്രഷൻ ഇറ്റ് ഇസ് 2 സൈൻ എ കോസ് ബി, കോസ് എ ആണ്, കോസ് ബി അല്ല, കോസ് എ. സൈൻ 2x എക്സ്പ്രഷൻ സൈൻ 2 സൈൻ എക്സ് കോസ് എക്സ് ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് 120 ഇൻറ്റു ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 1/2 സൈൻ 200 pi t എന്ന് എഴുതാം.
ഓക്കെ, ദാറ്റ് ഇസ് 60 sin 200 pi t. ഇപ്പോഴാണ് ഇതൊരു പ്രോപ്പർ എ സിയുടെ ഫോമിലേക്ക് കിട്ടിയത്. അപ്പോൾ വാട്ട് ഈസ് ദി പീക്ക് വാല്യൂ ഓഫ് വോൾട്ടേജ്? 60 വോൾട്ട്. ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ, ഇറ്റ് ഇസ് 200 പൈ. ആംഗുലർ ഫ്രീക്വൻസി 2 പൈ ആണെങ്കിൽ ഫ്രീക്വൻസി എത്രയാണ്? ഒമേഗ ബൈ 2 പൈ, ദാറ്റ് ഇസ് 200 പൈ ഡിവൈഡഡ് ബൈ 2 പൈ. 200 ബൈ 2, ഇറ്റ് ഇസ് 100 ഹെർട്സ്. എത്രയാണ്? 100 ഹെർട്സ്, 60 വോൾട്ട്. ഓപ്ഷൻ 4, ക്വസ്റ്റ്യൻ നമ്പർ 26. Next one. A conducting square loop of side L and resistance R moves in its plane with uniform velocity v perpendicular to one of its sides. A magnetic induction B constant in time and space pointing perpendicular and into the plane of the loop exists everywhere. That is the highlight of this question. This exists everywhere. Okay. The current induced in the loop is. ആൻസർ എത്രയാണോ? ഒന്നും ചെയ്ത് നോക്കാതെ തന്നെ നമുക്ക് ആൻസർ ഏതാണെന്ന് പറയാം അല്ലേ? ഏതാണ്? ഓപ്ഷൻ 4. കാരണം ദ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് പ്രസന്റ് എവ്രിവെയർ ഇൻ സ്പേസ് എന്ന് പറയുന്നുണ്ട് അല്ലേ? മാഗ്നറ്റിക് ഫീൽഡ് ഇസ് പ്രസന്റ് എവ്രിവെയർ ഇൻ സ്പേസ്. ഇവിടെ എല്ലായിടത്തും ദർ ഇസ് എ മാഗ്നറ്റിക് ഫീൽഡ്. അപ്പോൾ ഇത് മാഗ്നറ്റിക് ഫീൽഡ് ഇസ് കോൺസ്റ്റന്റ് ഇൻ സ്പേസ് ആൻഡ് ടൈം. മാഗ്നറ്റിക് ഫീൽഡ് മാറുന്നില്ല. ഓക്കെ, പൊസിഷൻ അനുസരിച്ച് അത് മാറുന്നില്ല. സോ നമ്മുടെ കോയിൽ ഇങ്ങനെ മൂവ് ചെയ്താൽ ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഇൻസൈഡ് ദി മാഗ്നറ്റിക് ഫീൽഡ്. അവിടെ ഫ്ലക്സിന് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുമോ? ഫ്ലക്സിന് മാറ്റം ഉണ്ടാവില്ല. സോ വി ക്യാൻ സേ ദ ടോട്ടൽ ഇൻഡ്യൂസ്ഡ് കറന്റ് ഇസ് ലൂപ്പ്. ദർ വിൽ ബി EMF ഇൻഡ്യൂസ്ഡ് ഇൻ ലോക്കലൈസ്ഡ് റീജിയൻസ് ഓഫ് ദി ലൂപ്പ്. അപ്പോൾ ഇവിടെ മാത്രമൊക്കെ EMF ഉണ്ടാവും. പക്ഷേ ടോട്ടൽ EMF അക്രോസ് ദി എൻറ്റയർ ലൂപ്പ് വിൽ ഡെഫിനറ്റ്ലി ബി 0. അടുത്ത 28. ഡയമെൻഷൻസ് ഓഫ് 1 by mu0 epsilon 0. നമുക്കറിയാം 1 by root of mu0 epsilon 0 ആണ് സ്പീഡ് ഓഫ് ലൈറ്റ്. അപ്പോൾ 1 by mu0 epsilon 0 എന്ന് പറഞ്ഞാൽ സ്പീഡ് ഓഫ് ലൈറ്റിന്റെ സ്ക്വയർ അല്ലേ? ലൈറ്റ് സ്പീഡിന്റെ സ്ക്വയർ ആണ്. അപ്പോൾ ഡയമെൻഷൻ എന്തായിരിക്കും? ലൈറ്റിന്റെ സ്പീഡ്, ലൈറ്റ് എന്നല്ല ഏതിന്റെ സ്പീഡ് ആയാലും L(t⁻⁻1) ആണ്. അതിനെ സ്ക്വയർ ചെയ്താൽ L²t⁻². ഓപ്ഷൻ 3, ക്വസ്റ്റ്യൻ നമ്പർ 28. 29. Choose the correct statement. A paramagnetic material tends to move from stronger to weak magnetic field. തെറ്റാണ്. Paramagnetic material tends to move from weaker to strong magnetic field. A magnetic material is in the paramagnetic phase below its Curie temperature. തെറ്റാണ്. ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ഉദ്ദേശിക്കുന്ന ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. അത് ക്യൂറി ടെമ്പറേച്ചറിനെക്കാളും കൂടിയ ടെമ്പറേച്ചറിലാണ് അത് പാരാമാഗ്നറ്റിക് ആയിട്ട് മാറുക. 3. റിസൾട്ടന്റ് മാഗ്നറ്റിക് മൊമെന്റ് ഇൻ ആൻ ആറ്റം ഓഫ് ഡയോമാഗ്നറ്റിക് സബ്സ്റ്റൻസ് 0. ദാറ്റ് ഇസ് കറക്റ്റ്. ഡയോമാഗ്നറ്റിക് സബ്സ്റ്റൻസിന് സ്വന്തമായിട്ട് ഒരു മാഗ്നറ്റിക് ഡൈപോൾ മൊമെന്റ് ഇല്ല. ഓക്കെ, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അത് മാഗ്നറ്റിക് ഫീൽഡിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിൽ ഒരു ഡൈപോൾ മൊമെന്റ് ഡെവലപ്പ് ആവും. അടുത്ത, ടിപ്പിക്കൽ ഡൊമൈൻ സൈസ് ഓഫ് എ ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽ ഇസ് 1 നാനോമീറ്റർ. അത് തെറ്റാണ്. ടിപ്പിക്കൽ ഡൊമൈൻ സൈസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ക്യാൻ ഇൻക്രീസ് അപ് ടു 1 millimeter. അപ്പോൾ ഒരു മില്ലിമീറ്ററിനേക്കാളും ചെറിയ മൈക്രോമീറ്റർ, മില്ലിമീറ്റർ റേഞ്ചിലാണ് ഡൊമൈൻ സൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ 30. A photon of energy E ejects a photoelectron from a metal surface whose work function is omega 0 or W0. If this electron enters a uniform magnetic field in a direction perpendicular to the field and describes a circular path of radius r, then r is. Okay. Work function phi ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ what is the kinetic energy of the photoelectron ejected? Kinetic energy is equal to h nu or E minus work function. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരു മാഗ്നറ്റിക് ഫീൽഡ് അകത്തേക്ക് കയറിയാൽ the charged particle will move in a circular path whose radius is given by r is equal to mv by qb. ശരിയാണ്. പക്ഷേ നമുക്ക് ഈ എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നതിലും നല്ലത് വേറൊരു എക്സ്പ്രഷൻ ഉപയോഗിക്കുന്നതാണ്. ഏത് എക്സ്പ്രഷനാണ്? r is equal to root of 2m into kinetic energy divided by qb. q is E. So r is equal to root of 2m into kinetic energy നമുക്ക് എങ്ങനെ എഴുതാം? E minus W0 എന്ന് എഴുതാം divided by EB. So root of 2m into E minus W0 divided by EB. Option ഏതാണ്? Option 4, question number 30. 31. If input and output resistance in common base amplifier circuit are 500 and 100 kilo ohm,
respectively. What is the voltage amplification when emitter current is 5 milliampere and current gain is 0.9? So emitter current തന്നിട്ടുണ്ട് 5 milliampere ആണ്. അപ്പോൾ കളക്ടർ കറണ്ട് എന്തായിരിക്കും? The current gain into emitter current 5 into 10 raised to minus 3, that is 4.5 into 10 raised to minus 3. അപ്പോൾ അങ്ങനെയാണെങ്കിൽ what is the voltage gain? Voltage gain എന്ന് പറഞ്ഞാൽ output voltage, that is output current IC, output resistance 100 kilo ohm 10 raised to 5 divided by IE into IC നമ്മൾ പ്രത്യേകം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ലായിരുന്നു. എനിവേ ഇൻപുട്ട് റെസിസ്റ്റൻസ് 500. ഓക്കെ, IC by IE 0.9 ആണ് ഇൻറ്റു 10 raised to 5. 10 raised to 5നെ നമുക്ക് 1000 ഇൻറ്റു 10 raised to 2 എന്ന് എടുക്കാം, ഡിവൈഡഡ് ബൈ 100 അല്ലേ. അപ്പോൾ 0.9 ഇൻറ്റു 2 1.8 ആണ്. 1.8 ഇൻറ്റു 100 180 എന്ന് വരും. ഓപ്ഷൻ 2, ക്വസ്റ്റ്യൻ നമ്പർ 31. അടുത്ത 32ലേക്ക് വരാം. In the adjoining circuit, the diode used has a constant voltage drop of 0.5 volt at all currents and has maximum power rating of 50 milliwatt. Okay. To obtain maximum current in the circuit, what value of resistance R must be connected in series with the diode? ഒരു കറണ്ട് ഇവിടെ ഒഴുകും അല്ലെ. മാക്സിമം കറണ്ട് എത്രയായിരിക്കും? മാക്സിമം കറണ്ട് ഇൻറ്റു ഡയോഡിലെ വോൾട്ടേജ് ഇസ് ഈക്വൽ ടു ദി മാക്സിമം പവർ. ഓക്കെ, പവർ റേറ്റിംഗ് 50 ഇൻറ്റു 10 raised to minus 3 വാട്ട്സ് എന്ന് പറഞ്ഞാൽ ആ ഡയോഡിലെ പവർ ഡിസിപ്പേറ്റ് ചെയ്യുന്ന പവർ ഒരിക്കലും 50 ഇൻറ്റു 10 raised to minus 3 വാട്ട്സിനെക്കാളും കൂടാൻ പാടില്ല. കൂടിയാൽ ഡയോഡ് കത്തിപ്പോവും. ഓക്കെ, അപ്പോൾ പവർ റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് കറണ്ട് ഫ്ലോയിങ് ഇൻറ്റു വോൾട്ടേജ്. കറണ്ട് I ആണ്, വോൾട്ടേജ് 0.5 ആണ്. രണ്ടുകൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 50 ഇൻറ്റു 10 raised to minus 3 വരണം. മാക്സിമം പവർ വരണമെങ്കിൽ മാക്സിമം കറണ്ട്, വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണെന്ന് പറയുന്നുണ്ട്. സോ കറണ്ട് എത്രയാ? 50 by 0.5 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് 100. ഓക്കെ, ഇൻറ്റു 10 raised to minus 3 ആംപിയർ. 100 മില്ലി ആംപിയർ ഓർ 0.1 ആംപിയർ ആണ് അവിടുത്തെ കറണ്ട്. അപ്പോൾ ശ്രദ്ധിക്കണം, ഈ 1.5 വോൾട്ടിൽ 0.5 വോൾട്ട് ഇവിടെ ഡ്രോപ്പ് ആയാലും ഇവിടെ കിട്ടുന്നത് 1 വോൾട്ട് ആണ്. അപ്പോൾ അവിടുത്തെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? റെസിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ഡിവൈഡഡ് ബൈ കറണ്ട്. സോ 1 ഡിവൈഡഡ് ബൈ 0.1 ദാറ്റ് ഇസ് 10 ഓം. 10 ഓം ഏതാണ്? ഓപ്ഷൻ 3, ക്വസ്റ്റ്യൻ നമ്പർ 32. അടുത്ത 33ലേക്ക് വരാം. If a PN junction diode of depletion region with W and barrier height V0 is forward biased, based അല്ല, it is biased. Okay, then പറയാ ഡിപ്ലീഷൻ വിഡ്ത്ത് ഫോർവേഡ് ബയസ് ചെയ്യുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കുക? ഡിപ്ലീഷൻ റീജിയന്റെ വിഡ്ത്ത് കുറയും. ദി ബാരിയർ പൊട്ടൻഷ്യൽ ഓൾസോ, ബാരിയർ ഹൈറ്റ് ഓൾസോ ഡിക്രീസസ്. റിവേഴ്സ് ബയാസ് ചെയ്യുമ്പോൾ തിരിച്ചാണ് സംഭവിക്കുക എന്ന് പറയാം. 34. The circuit diagram shows a logic combination with the states of input X, Y, Z for inputs P, Q, R, S all at state 1. When input P, R changes to state 0 with inputs Q and S still at 1, the states of the outputs X, Y and Z changes to X, Y, Z. Okay. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? പിയും ആറും 0യിലേക്ക് വന്നു. ഓക്കെ, ഇതങ്ങ് മാറ്റിയേക്കാം. പിയും ആറും 0 ആണ്. ദിസ് ഇസ് 0 and this is also 0. Q and S are still at 1. So this is AND gate, output is 0. This is this is a NOR gate. If it is a NOR gate, output is 0. This is 1. Okay. And this is a NOR gate, again 0, 1, output is 0. So it is option 3, 0, 1, 0. Next, 35. Which one of the following is incorrect statement in the transmission of electromagnetic waves? Ground wave propagation is for high frequency transmission. Okay, this is a question from communication systems. Noka. Which of this following is incorrect in transmission of electromagnetic waves? ഏതൊക്കെയാണ്? Ground wave propagation is for high frequency transmission. അല്ല, ground wave propagation it is not possible in the case of high frequency. വളരെ low frequency യുടെ കേസിലാണ് ground waves നടക്കുക. സോ അതാണ് തെറ്റായിട്ടുള്ള ഓപ്ഷൻസ് എന്ന് മനസ്സിലായി. ബാക്കിയും കൂടെ നോക്കാം. Sky wave propagation is facilitated by monospheric ionospheric layers. ശരിയാണ്, it is actually ionospheric layers. Ionospheric layers. Third one, space wave is
of high frequency and is suitable for line of sight communication. Line of sight അല്ല, line of sight communication ശരിയാണ്. Space waves is used for satellite communication. Yes, both are correct. For both line of sight and satellite communication we use space waves of high frequency. അപ്പോൾ 35 ആൻസർ ഏതാണ് വരുന്നത്? ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ 1. 36ലേക്ക് പോകാം. In amplitude modulation, the bandwidth is twice the audio signal frequency, thrice the audio signal frequency, thrice the carrier wave frequency, twice the carrier wave frequency. എങ്ങനെയാണ് വരിക? carrier wave frequency FC ആണ്. ഓക്കെ, വേറെ സൈഡ് ബാൻഡ് ഫ്രീക്വൻസി ഏതാണ്? FC മൈനസ് FM. ഇവിടെയോ FC പ്ലസ് FM. ഇപ്പൊ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 2 FM. So we can say bandwidth is equal to twice the audio signal or modulating wave frequency. That is 36, option 1. 37. TV tower has a height of 150 meter. What is the population density around the TV tower if the total population covered is 50 lakhs? Okay. അപ്പോൾ നമുക്കറിയാം the distance covered by a particular, the range covered by a particular TV antenna, distance covered by a line of sight antenna, it is root of 2RH. Okay, root of 2RH എന്നാണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പോൾ നമുക്കത് ഇതിലേക്ക് എങ്ങനെയാണ് പോകാൻ പറ്റുക? അപ്പോൾ പോപ്പുലേഷൻ ഡെൻസിറ്റി തന്നിട്ടുണ്ട്. സോ വി നോ ദാറ്റ് പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഓക്കെ, പോപ്പുലേഷൻ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു ടോട്ടൽ പോപ്പുലേഷൻ ബൈ ഏരിയ. ടോട്ടൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 50 lakhs. 50 into 10 raised to 5 divided by the area. Area is pi r square. R square എന്താണ്? 2RH. ഓക്കെ, നമ്മൾ സോൾവ് ചെയ്താൽ we are going to get it as 5 into 10 raised to 6 divided by 3.14 into 2 times. The radius of Earth is 6.4 into 10 raised to 6. And the height of the antenna is 150 meter. നമുക്ക് simplify ചെയ്യാം. 5 into 10 raised to 6. So this will come to 6 into 10 raised to 3 into 10 raised to 6 എന്നാണ് നമുക്ക് കിട്ടുക. So it is 5 by 6 into 10 raised to. Okay, so that is 5 by 6 into 10 raised to minus 3. ശ്രദ്ധിക്കണം, this is per meter square. നമ്മൾ SI യൂണിറ്റിലാണ് എഴുതുന്നത്, per meter square. So per meter square. ഇതിനെ നമ്മൾ കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എത്രയാണ് വരിക? 5 by 6 into 10 raised to 3 per kilometer square എന്ന് വരും. അപ്പോൾ എത്രയാണ് ആൻസർ കിട്ടുക? ഇറ്റ് ഇസ് 829.6 കിലോമീറ്റർ പെർ കിലോമീറ്റർ സ്ക്വയർ. ദാറ്റ് ഇസ് 37. ആൻസർ ഇറ്റ് ഇസ് ഓപ്ഷൻ 3. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. 38ലേക്ക് വരാം. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് വാട്ടർ ഇസ് ഗിവൺ 4/3. വാട്ട് ഇസ് ദി ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് വാട്ടർ? ഓക്കെ, ക്രിട്ടിക്കൽ ആംഗിളിന്റെ ഫോർമുല എന്താണ്? θc ഇസ് ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓർ സൈൻ θc ഇസ് ഈക്വൽ ടു 1/n. 1/n ഇവിടെ എത്രയാണ്? 3/4. ക്വസ്റ്റനിൽ പറയുന്നുണ്ട് സൈൻ 49 ആണ് 3/4 എന്ന് പറയുന്നുണ്ട്. സോ θc ഇറ്റ് ഇസ് 49 ഡിഗ്രി. ക്വസ്റ്റ്യൻ നമ്പർ 38, ഓപ്ഷൻ 4. അടുത്ത 39ലേക്ക് വരാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് ട്രൂ? ഫോർ എ പോയിന്റ് ചാർജ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ വേരീസ് ആസ് 1/r. പോയിന്റ് ചാർജ് തെറ്റാണ്. പോയിന്റ് ചാർജ് ആണെങ്കിൽ ശരിയാണ്. 1/4πε0 q/r. ഫോർ എ ഡൈപോൾ പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ്സ് ഓൺ പൊസിഷൻ വെക്ടർ ആൻഡ് എ ഡൈപോൾ മൊമെന്റ് വെക്ടർ. ഓക്കെ, അവിടെ ശ്രദ്ധിക്കുക, ആ പോയിന്റ് ശരിയാണ്. കാരണം പൊസിഷൻ വെക്ടറും ഡൈപോൾ മൊമെന്റും തമ്മിലുള്ള ആംഗിള് എത്രയാണെന്നുള്ളത് പൊട്ടൻഷ്യലിനെ അഫക്ട് ചെയ്യുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അത് ശരിയാണ്. അടുത്ത ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വേരീസ് ആസ് 1/r അറ്റ് ലാർജ് ഡിസ്റ്റൻസ്. അത് തെറ്റാണ്. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ വേരീസ് ആസ് 1/r². 1/4πε0 p cos θ/r² എന്നുള്ളതാണ് പൊട്ടൻഷ്യലിന്റെ എക്സ്പ്രഷൻ. അടുത്തത് 4. ഫോർ എ പോയിന്റ് ചാർജ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് വേരീസ് ആസ് 1/r². സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ 3 ആണ് ആൻസർ വരുന്നത്. 39. അടുത്തത് 40. കൈനറ്റിക് എനർജി ഓഫ് ഇലക്ട്രോൺ വിച്ച് ഇസ് ആക്സിലറേറ്റഡ് ബൈ എ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് 100 വോൾട്ട്. എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? കൈനറ്റിക് എനർജി ഈസ് ഈക്വൽ ടു ചാർജ് ഇൻറ്റു ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ. ദാറ്റ് ഇസ് 1.6 into 10 raised to minus 19 into ആക്സിലറേറ്റിംഗ് പൊട്ടൻഷ്യൽ 100 വോൾട്ട് ആണ്. സോ ഇറ്റ് ഇസ് 1.6 into 10 raised to minus 17 joules. ഇതിനെയാണ് നമ്മൾ 100 ഇലക്ട്രോൺ വോൾട്ട് എന്ന് പറയുന്നത്. ഓപ്ഷൻ 1, ക്വസ്റ്റ്യൻ നമ്പർ 40. അടുത്ത 41. സീംസ് ലൈക്ക് ക്വസ്റ്റ്യൻ നമ്പർ 41 is missing. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 41 ഒന്ന് വായിക്കാം. ഗാൽവനോമീറ്റർ ക്യാൻ ബി കൺവേർട്ടഡ് ഇൻ ടു ആൻ അമ്മീറ്റർ ബൈ കണക്ടിങ്. ഗാൽവനോമീറ്റർ എങ്ങനെയാണ് അമ്മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? ബൈ കണക്ടിങ് എ ലോ റെസിസ്റ്റൻസ് ഇൻ പാരലൽ വിത്ത് ദാറ്റ്. ലോ റെസിസ്റ്റൻസ് ഇൻ പാരലൽ എന്ന് പറയുമ്പോഴത്തേക്ക് ആൻസർ ഏതാണ്? ഓപ്ഷൻ 3, ക്വസ്റ്റ്യൻ നമ്പർ 41. അടുത്ത 42ലേക്ക് വരാം.
Circular wire consisting of 100 turns, each of radius 8 cm, carries a current of 0.4 ampere. What is the magnitude of magnetic field at the center of the coil? Magnetic field at the center in the formula എന്താണ്? It is N into mu 0 I divided by 2A. So it is N into mu 0 by 2. N എത്രയാണ്? ശ്രദ്ധിക്കുക, 100 turns, mu 0 by 2, it is 2 pi into 10 raised to minus 7. Current എത്രയാണ്? Current is 0.4 ampere divided by radius is 8 cm, 8 into 10 raised to minus 2. Okay, so simplify ചെയ്യാം നമുക്കത്. So 100 കൊണ്ട് multiply ചെയ്താൽ we'll get 40 divided by 8, that is 5. So it is 5 into 2, 10 pi, 5 into 2 is 10 pi into 10 raised to minus 5, or 3.14 into 10 raised to minus 4. Option 1, question number 42. 43 ലേക്ക് വരാം. 3 centimeter wire carrying a current of 10 ampere is placed inside a solenoid perpendicular to its axis. Magnetic field inside the solenoid is given. What is the magnetic force? Axis-ന് perpendicular ആണ് ഈ കോയിൽ വയർ വെച്ചിരിക്കുന്നത്. So magnetic field is along the axis. So it is ILB sin theta. Magnetic forces ILB sin theta, since the wire and the magnetic field are perpendicular. This is ILB. Current is 10 ampere. Length is 3 centimeter. And magnetic field is 0.27 Tesla. That is 0.81 into 10 raised to minus 1, or 0.081. That is 8.1 into 10 raised to minus 2 Newton. Option 4, question number 43. Next to 44. A pair of adjacent coil has a mutual inductance of 1.5 Henry. If the current in one coil changes from 0 to 20 in 0.5 seconds, what is the change of flux linked with the other coil? Okay. നമുക്കറിയാം flux is equal to M into I. Flux induced in coil 2 due to 1 is equal to M into I1. So delta phi 21 is equal to M into delta I1. Change in flux ആണ് ചോദിച്ചിരിക്കുന്നത്. M is 1.5. Okay. കറണ്ടിന് എന്ത് മാറ്റം ഉണ്ടായി? 0 to 20. So 20 into 1.5 എത്രയാണ്? It is 30 Weber. Option 3. EMF അല്ല ചോദിച്ചിരിക്കുന്നത്. EMF ആണെങ്കിൽ ഓക്കെ, നമുക്ക് അവിടെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യണം, എന്നാലേ EMF കിട്ടുള്ളൂ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഫ്ലക്സ് ആണെങ്കിൽ. ഇവിടെ EMF വേണ്ട, ജസ്റ്റ് ഫ്ലക്സ് ചേഞ്ച് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. സോ വി ജസ്റ്റ് ഹാവ് ടു ആൻസർ ഇറ്റ് ഇൻ വെബേഴ്സ്. 44. അടുത്ത 45ലേക്ക് വരാം. A charged 30 microfarad capacitor is connected to a 27 millihenry inductor. What is the angular frequency of free oscillations? Angular frequency, LC oscillation frequency എങ്ങനെ കണ്ടുപിടിക്കുക? 1 by root of LC അല്ലേ? That is 1 by root of. What is L? L is 27 millihenry into C. C is 30 microfarad. 30 into 10 raised to minus 6. That is omega is equal to 1 by 27 into 3 can be written as 81 into 10 raised to minus 9 into 10. That is 10 raised to minus 8. So the answer is 1 by 9 into 10 raised to minus 4. Okay. That is 10,000 divided by 9. That is 1.11 into 10 raised to 3. Option 3, question number 45. With the 46. Rest mass of photon. Photon rest mass എത്രയാണ്? 0 ആണ്. ഫോട്ടോണിന്റെ ബേസിക് ആയിട്ടുള്ള പ്രോപ്പർട്ടി ആണ്. ഫോട്ടോൺ ഡസന്റ് എക്സിസ്റ്റ് അറ്റ് റെസ്റ്റ്, സോ ഇറ്റ്സ് റെസ്റ്റ് മാസ് ഇസ് 0. നെക്സ്റ്റ് 47. Which logic gate is represented by the following combination of logic gates? This is A, this is B അല്ലേ? അപ്പോൾ ഇത് നോട്ട് ഗേറ്റ് ആണ് A bar, ഇതും നോട്ട് ഗേറ്റ് ആണ് B bar. എന്നിട്ട് നോട്ട് എ ബാറും ബി ബാറും കൂടെ എന്ത് ചെയ്യാണ്? നോർ ചെയ്യുകയാണ്. സോ ഇറ്റ് ഇസ് എ ബാർ പ്ലസ് ബി ബാർ ദ ഹോൾ ബാർ. സോ വൈ ഈസ് ഈക്വൽ ടു എ ബാർ പ്ലസ് ബി ബാർ ദ ഹോൾ ബാർ. എന്താണ്? എ ബാർ പ്ലസ് ബി ബാർ ക്യാൻ ബി റിട്ടൺ ആസ് എ ബി ദ ഹോൾ ബാർ. ഒരു ഹോൾ ബാർ കൂടെ ഉണ്ട്. സോ ഇറ്റ് ഇസ് എ ബി. സോ വാട്ട് വി ഹാവ് ഇസ് ദി ആൻഡ് ഗേറ്റ്. 47 ഓപ്ഷൻ 3. അടുത്തത് 48. Real and enlarged image can be obtained using real and enlarged image. Convex mirror can only produce virtual images. Plane mirror can only produce virtual images as long as the object is object is real. Concave mirror real image ഉണ്ടാക്കാം, enlarged image ഉണ്ടാക്കാൻ പറ്റും. Real and enlarged image possible ആണ്. Concave mirror convex mirror അല്ല. എങ്ങനെയാണ് concave mirror real and enlarged image ഉണ്ടാക്കാൻ പറ്റുക? This is the concave mirror.
അതിൻ്റെ ഫോക്കസ് ഇവിടെയാണെങ്കിൽ ഫോക്കസിനും പോളിനും ഇടയ്ക്ക് ഞാനൊരു ഒബ്ജക്റ്റ് വെച്ചാൽ അതിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് എങ്ങനെയായിരിക്കും? ഒരു ലൈറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിസിലൂടെ പോകുന്ന ലൈറ്റ് റേ ഇറ്റ് വിൽ പാസ് ത്രൂ ദി ഫോക്കസ്. പോളിലിരിക്കുന്ന ലൈറ്റ് റേ ഇറ്റ് വിൽ ഡൈവേർജ് ലൈക്ക് ദിസ്. അങ്ങനെയാണെങ്കിൽ they can be extended backwards. സോ ഇവിടെ വെർച്വൽ അല്ല ചോദിച്ചിരിക്കുന്നത്, റിയൽ ആണ് ചോദിച്ചിരിക്കുന്നത്. എനിക്ക് മാറിപ്പോയതാണ്. ഓക്കെ, ദിസ് ഇസ് വെർച്വൽ ആൻഡ് എൻലാർജ്ഡ്. ഇനി റിയൽ ആൻഡ് എൻലാർജ്ഡ് ഏത് കേസിലാണ് പോസിബിൾ ആവുക? കോൺകേവ് മിററിന്റെ കേസിൽ തന്നെ. ലെറ്റ്സ് സീ. If the object is placed between f and 2f, fനും 2fനും ഇടയ്ക്കാണ് ഒബ്ജക്റ്റ് വെക്കുന്നതെങ്കിൽ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന ലൈറ്റ് റേ ഇറ്റ് വിൽ പാസ് ത്രൂ ദി ഫോക്കസ്. പോളിൽ വീഴുന്ന ലൈറ്റ് റേ ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റഡ് സിമെട്രിക്കലി ലൈക്ക് ദിസ്. സോ വി ഹാവ് a real image, enlarged image if the object is placed between f and 2f of a concave mirror. അപ്പോൾ കോൺകേവ് മിററിന് മാത്രമേ ഒരു റിയൽ ഒബ്ജക്റ്റിന്റെ കേസിൽ റിയൽ ആൻഡ് എൻലാർജ്ഡ് ഇമേജും അതുപോലെ വെർച്വൽ ആൻഡ് എൻലാർജ്ഡ് ഇമേജും. എൻലാർജ്ഡ് ഇമേജ് ആണെങ്കിൽ അത് കോൺകേവ് മിറർ ആയിരിക്കും, ഉറപ്പാണ്. ഓക്കെ, ദാറ്റ് ഇസ് 48. അടുത്ത 49. ഓക്കെ, ഓൺ റബ്ബിംഗ് എബണൈറ്റ് റോഡ് വിത്ത് ഫർ വാട്ട് ഹാപ്പൻസ്? ഇവിടെ സംഭവിക്കുന്നത് എബണൈറ്റ് റോഡിന് നെഗറ്റീവ് ചാർജും ഫറിന് പോസിറ്റീവ് ചാർജും ആണ് നമുക്ക് കിട്ടുക. അങ്ങനെ പറഞ്ഞാൽ ഇലക്ട്രോൺ ഷുഡ് മൂവ് ടു എബണൈറ്റ് റോഡ് ഫ്രം ഫർ. ഓപ്ഷൻ 1, ക്വസ്റ്റ്യൻ നമ്പർ 49. അടുത്ത 50. ഇൻ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ കേസിൽ ഒരേ ഫേസിലാണ്. ദർ ഇസ് നോ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദം. സോ ഇറ്റ് ഇസ് ഫേസ് ഡിഫറൻസ് ഇസ് 0. ഓപ്ഷൻ 1, ക്വസ്റ്റ്യൻ നമ്പർ 50. ഓക്കെ, I hope this was useful to you. For എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ you can contact me. Okay, thank you.